പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഒരു എടുത്തിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യം. നമുക്ക് ഒരു സെൻറ്റൻസ് മാത്രം ഇപ്പോൾ വായിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെ വിവരിച്ചിരിക്കുന്നതായിട്ടുള്ള സംഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വിഷയമാണ്. പല പ്രസംഗങ്ങളിലൂടെയും പല ബൈബിൾ ക്ലാസ്സുകളിലും നിങ്ങൾ സ്വന്തമായിട്ടും വായിച്ചും ഒക്കെ നന്നായി കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അത് പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ കർത്താവ് ഗലീലക്കടലിൻ്റെ മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ വള്ളത്തിലിരിക്കുമ്പോൾ തന്നെ ഈ മനുഷ്യൻ കർത്താവിനെ കാണുന്നു. കരയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ മനുഷ്യൻ ഓടി വന്ന് കർത്താവിനോട് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് യാചിക്കും. ഭൂതഗ്രസ്തനായ മനുഷ്യൻ, കല്ലറകളിൽ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ, സ്വന്തം ശരീരത്തെ വ്രണപ്പെടുത്തി മുറിവേൽപ്പിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ, വൃത്തിഹീനമായി നടക്കുന്ന ഒരു മനുഷ്യൻ, ബലവാനായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് യാചിക്കുന്നു, എന്നെ വെറുതെ വിടണേ. കർത്താവ് ഭൂതത്തെ ശാസിക്കുന്നു, ഭൂതത്തെ പുറത്താക്കുന്നു. ഇതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്ന ഈ സാരാംശം. ഇതെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇൻസിഡൻറ്റ് നമ്മുടെ കാലഘട്ടത്തിൽ എത്രമാത്രം റിലവൻ്റ് ആണെന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സമയം, ഈ അധ്യായത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് മൂന്ന് സവിശേഷതകൾ, ഈ മനുഷ്യൻ്റെ 3 സവിശേഷതകൾ നമുക്കെടുത്തിട്ട് സംസാരിക്കാം. നമ്പർ വൺ, ഹി വാസ് ലീവിങ് ഇൻ എ ഗ്രേവ് യാർഡ്. ശ്മശാനത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ. ഈ ശ്മശാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എല്ലാവരും ഉറങ്ങിക്കിടക്കുക, ആരും ആരോടും സംസാരിക്കാനില്ല, ഒരുത്തരുമായിട്ടും സ്നേഹബന്ധങ്ങളോ ഒരുത്തരുമായിട്ടും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനുള്ളൊരു അവസരം ഇല്ല, അതിനൊട്ട് താല്പര്യം ആർക്കുമില്ല. ശ്മശാനത്തിലെ ഏകനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, തന്നിലെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ, ഇന്നാക്റ്റീവായിട്ടുള്ള ഒരു പ്ലേസ്, അതാണ് ശ്മശാനം. ഈ ശ്മശാനം, നമ്മുടെയൊക്കെ ശ്മശാനത്തിൽ പോയാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് പോസിബിൾ. ഒരു സമയത്ത് എനിക്ക് നമ്മുടെ സിമിട്രിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് എത്രയും മനോഹരമാക്കാൻ അന്ന് ഞാനും എൻ്റെ കൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള തോമസും ഒക്കെ ശ്രമിച്ചു. അവിടെ പോയാൽ നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. കബറിടങ്ങൾ മാത്രമേ ഉള്ളൂ, കല്ലറകൾ മാത്രമേ ഉള്ളൂ, ശാന്തത, രാത്രി പോയാൽ ഭയാനമായ പേടി, ഭയാനമായ ചുറ്റുപാട്, ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ശ്മശാനം. എന്നാൽ ഇന്നത്തെ ശ്മശാനം നമുക്ക് പറയാൻ പറ്റുമോ എവിടെയാണെന്ന്? മനുഷ്യൻ ഏകനായി സ്വയം തന്നിലേക്ക് തന്നെ വലിഞ്ഞ് ഇനാക്റ്റീവായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവൻ ശ്മശാനമാക്കി തീർക്കുകയാണ്. സ്വന്തം വീട്ടിൽ ആരും ആരോടും സംസാരിക്കാതിരിക്കുന്ന അവസ്ഥ. മകൻ അപ്പനോട് സംസാരിക്കില്ല, അപ്പൻ മകനോട് സംസാരിക്കില്ല, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കില്ല, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കാത്തൊരവസ്ഥ. അവൻ അവിടെ ഏകനായിട്ട് ജീവിക്കുന്നു, അവൾ അവിടെ ഏകനായിട്ട് ജീവിക്കുന്നു. ഇത് ശ്മശാനമാണ്, അല്ലേ? മൂകതയാണ് അവിടെ. സ്നേഹബന്ധങ്ങളില്ല, സ്നേഹബന്ധങ്ങളില്ല,
ഊഷ്മളമായ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ശ്മശാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് നമുക്ക് വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ഓഫീസുകളിൽ കാണാം, ചർച്ചിൽ കാണാം, നമ്മുടെ സൊസൈറ്റിയിൽ കാണാം. സ്വയം വലിഞ്ഞുകൂടുന്നതായിട്ടുള്ള ഒരവസ്ഥ, അതാണ് ഇന്നത്തെ ശ്മശാനം. നമ്പർ 2, ഈ മനുഷ്യൻ്റെ പ്രത്യേകതയായിരുന്നു അവന് സുബോധമില്ലാത്തൊരവസ്ഥ. ഈ സുബോധമില്ല എന്ന് പറയുന്നത് എന്താ? അവൻ പറയുന്നതിൻ്റെ അർത്ഥം അവനറിയില്ല, അവൻ ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതം അവനറിയില്ല, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വരുന്നതെന്ന് അവൻ ചിന്തിക്കാറില്ല. അവൻ ആരെയെങ്കിലും പരിചയപ്പെടുന്നെങ്കിൽ അവൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിചയപ്പെടുന്നു. അവരിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് എനിക്ക് ലഭിക്കും എന്നനുസരിച്ച് വേറെ ആളോട് ഇടപെടുന്നു. എങ്ങനെ സംസാരിക്കണം, എപ്പോൾ ദേഷ്യപ്പെടണം, എപ്പോൾ റിയാക്ട് ചെയ്യണം, ഒന്നും അറിയാത്തതായിട്ട് ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുമോ? ധാരാളം മനുഷ്യരെ കാണാൻ സാധിക്കും. അതിന് ശ്മശാനത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചുറ്റും നമ്മൾ ഇടപഴകുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യത്യാസമുണ്ട്. അന്നത്തെ സുബോധമില്ലാത്ത മനുഷ്യനെ ദൂരെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വാസ് വിസിബിൾ ബിക്കോസ് ഒരു ഷേവ് ചെയ്തിട്ടില്ലാത്ത മുഖം, തുണി ഉടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ സുബോധം കിട്ടിയ ശേഷം വസ്ത്രം ധരിച്ച മനുഷ്യനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന് നേരത്തെ കീറിപ്പറിഞ്ഞ ഡ്രസ്സായിരുന്നായിരിക്കാം. ഇറ്റ് വാസ് വിസിബിൾ ഫ്രം ഔട്ട്സൈഡ് ദാറ്റ് ദിസ് മാൻ ഈസ് ഇൻസൈഡ്. പക്ഷെ ഇന്നത്തെ മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ, അടുത്ത് അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ മനുഷ്യന് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഒരു ബോധമില്ലാത്ത സ്ത്രീയോ പുരുഷനോ ആണെന്ന്. അവരുടെ സ്വഭാവത്തെ കൂടുതലായി അടുത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ബോധമുള്ള മനുഷ്യന് അല്ല. ബോധമുള്ള മനുഷ്യരാരും ഇങ്ങനെ പെരുമാറത്തില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നതായിട്ടൊരവസ്ഥ ആണെങ്കിൽ നമ്മൾ ഇടപഴകുന്ന മനുഷ്യന് സുബോധമില്ലാത്ത മനുഷ്യൻ. ബോധമില്ലാത്ത മനുഷ്യനെ തിരക്കി നമ്മൾ ശ്മശാനത്തിൽ പോകണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ശ്മശാനത്തിൽ തന്നെ പോയാൽ മതി. എവിടെയാണ്? വീടുകളിലും ഓഫീസുകളിലും ചർച്ചിലും നമ്മുടെ സൊസൈറ്റിയിലുമൊക്കെ സുബോധമില്ലാത്ത ധാരാളം പേരുണ്ട്. കർത്താവ് ഈ ഗലീല കടൽ, ലേക്ക് ഓഫ് ടൈബീരിയസ്, ഞാനിവിടെയൊക്കെ പോയിട്ടുണ്ട്. അത് കടന്ന് നമ്മൾ മറ്റേ സൈഡിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് ഒരു സുബോധമില്ലാത്ത മനുഷ്യനെ കണ്ടതായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. ഇന്ന് വടവള്ളി തൊണ്ടാമുത്തൂർ റോഡിൽ വരുവാണെങ്കിൽ ആ വഴിക്ക് തന്നെ ഒരു 1000-ൽ കൂടുതൽ സുബോധമില്ലാത്ത മനുഷ്യരില്ലേ. കാണുന്നവരെല്ലാം സുബോധമില്ലാത്ത മനുഷ്യരായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. കാരണം നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്നതായിട്ടുള്ള ഈ സ്വഭാവങ്ങളൊന്നും ബോധമുള്ള മനുഷ്യരുടെ സ്വഭാവങ്ങളല്ല. സെൽഫിഷ്നെസ്സും ദേഷ്യവും നമ്മൾക്കാവശ്യമുള്ളതായിട്ട് തന്നിഷ്ടക്കാര്, അതായത് ട്രച്ചറസ് മൈൻഡ്, ഇങ്ങനെയുള്ളതെല്ലാം പലവിധമായിട്ടുള്ള ഭൂതങ്ങൾ കൂടിയിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ്. അവൻ്റെ അവസ്ഥയാണ് വെളിവാക്കുന്നത്. It was not visible today. Yesterday it was visible and today it is not visible. ബൈബിളിലും 1-2 പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ട് ഇതേപോലെ ദൂരെ നോക്കുമ്പോൾ ബോധമുള്ളവരാണെന്ന് തോന്നുന്നെങ്കിലും അവരുടെ പ്രവൃത്തി സുബോധമില്ലാത്തവരുടെ പ്രവൃത്തിയാണ്. ഒന്നാമത് ഹന്നാസ് ആരായിരുന്നു? കയ്യഫാസിൻ്റെ അമ്മായിയപ്പൻ, ഫാദർ ഇൻ ലോ ഓഫ് കയ്യഫാസ്. രണ്ടാമത്തെ മനുഷ്യൻ കയ്യഫാസ്. നമ്മൾ കർത്താവിനെ രാത്രിയിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത്
ആദ്യം കൊണ്ടുവന്ന ഹന്നാസിൻ്റെ മുമ്പിലാണ്. ഈ ഹന്നാസ് ഒറ്റ ചോദ്യം പോലും ചോദിക്കാതെ, എന്തിനീ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കാതെ നേരെ കയ്യഫാസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇതാരായിരുന്നു ഇദ്ദേഹം? ഒരു പുരോഹിതനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകൻ ഒരു പുരോഹിതനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരുമകനാണ് കയ്യഫാസ്. ഇവരെല്ലാം നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത് വെള്ളപൂശിയ കല്ലറകൾ. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കർത്താവിൻ്റെ ഈ ക്രിറ്റിസിസം അവരുടെ കസേരകളെ ഇളക്കുമെന്ന് മനസ്സിൽ കരുതിയിട്ടുള്ള ഈ മനുഷ്യർ വക്രബുദ്ധിയോട്, ട്രെച്ചറസ് മൈൻഡ് കൊണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ വിചാരണയ്ക്ക് അന്ന് രാത്രി തന്നെ കയ്യഫാസിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. കയ്യഫാസ് എന്ത് ചെയ്തു? എല്ലാ സിനഗോഗ് വിളിച്ചു കൂട്ടി. ഒരുത്തർ പോലും കർത്താവിനെ എതിരായിട്ട് കുറ്റം പറയാനില്ല. അവസാനം കയ്യഫാസ് തന്നെ ആരോപിക്കുകയാണ്, നീ ചെയ്ത കുറ്റം അങ്ങനെ തന്നെ, നീ എന്ത് ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ അവസ്ഥയാണ് കയ്യഫാസ്. ചീഫ് മഹാപുരോഹിതനായിരുന്നു. ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് പോലെ തന്നെയാണ്. എല്ലാവരുടെയും വാദം കേൾക്കുന്നത്, വിധി പറയുന്നതിന് പകരം. ഇവരൊക്കെ സുബോധമുള്ള മനുഷ്യരാണോ? അല്ല. എന്നാൽ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ബോധമുള്ളവരാണെന്ന് തോന്നും. അടുത്തഴകുമ്പോൾ അവരുടെ മനസ്സിൽ ട്രച്ചറസ് മൈൻഡ്, വക്രബുദ്ധിയുള്ള മനുഷ്യർ, ഇവരെല്ലാം സുബോധമില്ലാത്ത മനുഷ്യർ. ഇത്തരം മനുഷ്യർ ധാരാളമായിട്ടില്ലേ? നമുക്കറിയാവുന്ന ധാരാളം പേര് നമുക്ക് ചുറ്റുമില്ലേ? നമ്മൾ തന്നെ അങ്ങനെയല്ലേ? ഒരു തരത്തിൽ ചിന്തിച്ച. മൂന്നാമത്തെ ആസ്പെക്റ്റ്, ഹി വാസ് ഇൻഷുറിങ് ഹിസ് ഓൺ ബോഡി. അവനവനെ തന്നെ കുത്തി മുറിവേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. രക്തം വാർന്നൊലിക്കുന്ന മുഖം, കല്ലുകൊണ്ട് ദേഹമെല്ലാം കുത്തി, വേദന എന്തെന്ന് മനസ്സിലാക്കാതെ സ്വയം നശിപ്പിക്കുന്നതായിട്ടൊരവസ്ഥ. ഇന്നും സ്വയം സൃഷ്ടിച്ചു തന്നതായിട്ടുള്ള ഈ ശരീരം നമുക്ക് നശിപ്പിക്കാൻ അവകാശമില്ല. എന്നാൽ നമ്മളുടെ സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും, ഡ്രഗ്സ്, മദ്യപാനം, പലവിധമായ സ്വഭാവങ്ങളിലേക്ക്, ആങ്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം തന്നെ നമ്മൾ സ്വയം നശിപ്പിക്കുക. ആ മനുഷ്യന് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. സോ നമുക്ക് ചുറ്റും ധാരാളം സിമിട്രിയിൽ വസിക്കുന്ന സുബോധമില്ലാത്ത മനുഷ്യരാണ്, ഭൂതഗ്രസ്തരായിട്ടുള്ള മനുഷ്യരാണ്. കർത്താവ് ഇതിനൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ എൻ്റെ ധ്യാനത്തിൻ്റെ മെയിൻ ആസ്പെക്റ്റ്. ഈ സൊല്യൂഷൻ കർത്താവ് പറയുന്നതായിട്ടുള്ള ഒരു സെൻറ്റൻസ്, ഡിസൈപ്പിൾസിനോട് പറയുന്ന ഒരു സെൻറ്റൻസ്. ആ സെൻറ്റൻസാണ് ഈ നൊയമ്പിൻ്റെ ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രാധാന്യമേറിയതായിട്ടുള്ള ഒരു സെൻറ്റൻസ്. ഈ നൊയമ്പിൻ്റെ പ്രാധാന്യം തന്നെ അത് തന്നെയാണ്. എന്താണെന്ന് അറിയണ്ടേ? ഒലിവ്, ദി മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, അവിടെ കർത്താവ് പോയിട്ട് തിരിച്ച് മലയുടെ താഴെ വരുമ്പോൾ, ഐ തിങ്ക് ടൈബീരിയസ്, മൗണ്ടൻ ഓഫ് ടൈബീരിയസിലാണ് ഈ മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു മലയിൽ മോശയും ഏലിയായും വന്നതായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് താഴെ വരുമ്പോൾ അവരുറങ്ങുന്നതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ ശിശുമാർ, ആ സമയത്തൊരു മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയും, എൻ്റെ മകൻ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു, അവനെ സൗഖ്യമാക്കുവാൻ ഞാൻ ഡിസൈപ്പിൾസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു, എന്നാൽ അവരാലും അത് കഴിഞ്ഞില്ല. കർത്താവ് അവരെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് സൗഖ്യമാക്കുന്നു. അവൻ പോയ ശേഷം ഈ ഡിസൈപ്പിൾസ് വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ആ ഭൂതത്തിനെ പുറത്താക്കാൻ സാധിക്കാതെ പോയത്? അപ്പോൾ കർത്താവ് പറയുന്നു,
നിങ്ങളുടെ വിശ്വാസം ശക്തമല്ല. വിശ്വാസം ശക്തമാകണമെങ്കിൽ, വിശ്വാസം ശക്തമായാൽ നിങ്ങൾക്കത് സാധിക്കും. പക്ഷെ വിശ്വാസം ശക്തമാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ സാധിക്കൂ. അതാണ് ഈ നോയമ്പിൻ്റെ പ്രത്യേകത. നമ്മളിൽ തന്നെ കൂടിയിരിക്കുന്നതായിട്ടുള്ള ഈ ഭൂതങ്ങളെയും നമ്മൾ തന്നെ പുറത്താക്കണമെങ്കിൽ ഉപവാസത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ നോയമ്പിൽ നമുക്കത് സാധിക്കണം. കർത്താവിനോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥനയും കർത്താവിനെ കൂടുതൽ അറിഞ്ഞ് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനായിട്ട്, അതായത് ഭൂതങ്ങളെ പുറത്താക്കുമെന്നെങ്കിൽ നമ്മുടെ ആലയമാകുന്ന ഹൃദയത്തിലേക്ക് കർത്താവിനെ കുടിയിരുത്തുമെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ നോയമ്പ് അർത്ഥമാക്കും. നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളേവരെയും അതിനെ സഹായിക്കട്ടെ എന്ന്